ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് എത്തിയ രോഗികളെ പറഞ്ഞുവിട്ട് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. കാത്ത് ലാബിന്റെ പ്രവർത്തനം നിലച്ചതാണ് കാരണം. 26 രോഗികൾക്കാണ് മടങ്ങിപ്പോകേണ്ടി വന്നത്. ഓപ്പറേഷൻ തിയേറ്റർ അടച്ചതിനാൽ പരിയാരത്ത് ബൈപ്പാസ് സർജറി മുടങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞു. നിങ്ങൾ പോയി പിന്നെ വരൂ. ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി അത്യാസന്ന നിലയിൽ വരുന്ന രോഗികളോട് പരിയാരം മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നൽകുന്ന മറുപടിയാണിത്. ഒരു ഹൃദയ ശസ്ത്രക്രിയ പോലും ചെയ്യാൻ സൗകര്യമില്ലാത്ത നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജ്. കാർഡിയോളജി വിഭാഗത്തിൽ ആകെയുള്ളത് 3 കാത്ത് ലാബുകൾ. 15 വർഷം പഴക്കം ചെന്ന ഒന്ന് കാലപ്പഴക്കം കാരണം നശിച്ചു. 12 വർഷം പഴക്കമുള്ള രണ്ടാമത്തേത് AC പ്ലാന്റ് പ്രവർത്തിക്കാത്തതിനാൽ 1 വർഷമായി അടഞ്ഞുകിടക്കുന്നു. വടക്കേ മലബാറിലെ ഇത്രയധികം രോഗികൾക്കായി ഇനിയുള്ളത് ഒരേ ഒരു കാത്ത് ലാബ്. ഫ്യൂറോസ്കോപ്പിക് ട്യൂബ് കേടായതിനാൽ അതും പ്രവർത്തിക്കുന്നില്ല. അത്യാസന്ന നിലയിലുള്ള 26 രോഗികളെയാണ് ഇന്നലെ പറഞ്ഞുവിട്ടത്. ഡിസ്ചാർജ് ചെയ്തതിനാ? ഡിസ്ചാർജ് മെഷീൻ ശരിയാവാത്തോണ്ട് പിന്നെ അവിടെ കിടക്കണ്ടല്ലോ, അവിടെ വെറുതെ കിടക്കണ്ടല്ലോ. അവര് പറഞ്ഞത് 25-ാം തീയതി വന്നാൽ മതി, അത് 1 വർഷത്തെ കാര്യം, അത് അവിടെ നിന്ന് തന്നെ ആള് വരണോന്ന് മെഷീൻ നന്നാക്കാനേ. ഓപ്പറേഷൻ തിയേറ്റർ നവീകരിക്കാനായി അടച്ചിട്ടിരിക്കുന്നതിനാൽ ബൈപ്പാസ് സർജറി മുടങ്ങിയിട്ട് 6 മാസമായി. അതിനാൽ വടക്കേ മലബാറിലെ രോഗികൾ ലക്ഷങ്ങൾ മുടക്കി സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കണം. അല്ലാത്തപക്ഷം കാത്ത് ലാബ് പ്രവർത്തന സജ്ജമാകുന്നതുവരെ ജീവൻ പണയം വെച്ച് കാത്തിരിക്കണം. നമുക്ക് ഈ സ്വകാര്യ ആശുപത്രി പോവാനൊന്നും അല്ലേ, അതൊന്നും നമ്മളെ കൊണ്ട് ഒന്നുമില്ലാത്ത ടീമാണ്. ഒരു പൈസ ഒന്നും അതിനെല്ലാം സ്വകാര്യ ആശുപത്രി പോകണമെങ്കിൽ കാശിനെ ഒന്നും എടുക്കുന്നുമില്ല, അവിടെ കാശിനെ എടുക്കുന്നുണ്ട്. ഫ്രാൻസിൽ നിന്നും ഉപകരണം എത്താൻ വൈകുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമായി മെഡിക്കൽ കോളേജ് വിശദീകരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ പണക്കാരനായിരിക്കണം, അല്ലെങ്കിൽ ജീവന് വില കൽപ്പിക്കാതിരിക്കണം. സർക്കാർ ഫണ്ട് മുടങ്ങിയത് കാരണം കാരുണ്യ ഇൻഷുറൻസും നിലച്ചതോടെ ഗതികേടിലാണ് വടക്കേ മലബാറിലെ രോഗികൾ. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.